ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൻ്റെ പ്ലാനിങ് വർക്കൗട്ടായി ഗൈസ്. നമ്മൾ പെരുന്നാളിൻ്റെ മുമ്പായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു, 1 ഡേ അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ 2 വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കിത് ഫുൾ കാണിച്ചു തരാം. പിന്നെ ഒരു 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ എത്തി നമ്മൾ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ഉമ്മാൻ്റെ വീട്. നമ്മളാണ് ലാസ്റ്റ് എത്തി വിചാരിച്ചു, പക്ഷെ നമ്മളവിടെ ഫസ്റ്റ് എത്തി ഗൈസ്. പിന്നെ നമ്മൾ കുറേ ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രാവലറിലായിരുന്നു കേട്ടോ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ കസിനാണ്. ഞങ്ങളിങ്ങനെ കുറേ ടൈം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ഞങ്ങൾ 2:45 പോയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ബസ് വന്നു, നേരെ കയറിയിരുന്നു. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു, എവിടെ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ട്രിപ്പ് വരുന്നത് കക്കാടംപൊയിലാണ് ഗൈസ്. വണ്ടിയിൽ കയറി അപ്പം തൊട്ട് നമ്മൾ എത്തുന്നത് വരെ ഫുൾ എൻജോയ് ആയിരുന്നു. ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ അടിപൊളിയായിട്ട് നമ്മളങ്ങനെ സെറ്റായിട്ട് പോയി. നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ റിസോർട്ടിലെത്തി ഗൈസ്. ഇതാണ് നമ്മളുടെ റിസോർട്ട്. ഡി കബയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി നേരെ റൂമിൽ പോയി നമ്മളുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും ഓരോ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ വേഗം കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. നമ്മൾ പാർക്കിലൊക്കെ പോയി ഇരുന്നു, കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ പാടി. പിന്നെ നൈറ്റ് ആയപ്പോൾ നമുക്ക് പൂളിക്കുള്ള ടൈമായി. നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പൂളിക്ക് പോയി. ഒരുപാട് ടൈം നമുക്ക് അതിൽ പൂളിൽ നിൽക്കാൻ കഴിയില്ല, തണുപ്പുണ്ട്. എന്നാലും നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല, മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. നമുക്ക് ചെറിയൊരു സർപ്രൈസിങ് പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ A+ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. എല്ലാവരും ഹാളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ സർപ്രൈസ് കൊടുക്കുകയാണ് ഗൈസ്. അവൾ ആകെ ഞെട്ടിപ്പോയി. നമ്മൾ ആർക്കും അറിയില്ലായിരുന്നു. നമ്മൾ കുറച്ച് പേർക്ക്, കസിൻസിന് കുറച്ച് പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എല്ലാവരും ഷോക്കായി നിൽക്കുക, കാരണം ആർക്കും ഇത് അറിയില്ല. നമുക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയുന്നതുകൊണ്ട് തന്നെ അവളാകെ ഷോക്കായി ഗൈസ്. പിന്നെ നമ്മൾ ചെറിയൊരു മൊമെൻറ്റോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസിന് ഒരു ചെറിയ ക്യാഷ് പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മൾ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു കസാരക്കളി. ഇതെല്ലാവർക്കും കളിക്കാൻ കഴിയണോണ്ട് തന്നെ നമ്മൾ അതാണ് ചൂസ് ചെയ്തത്. ഇതിൽ എൻ്റെ ഉമ്മ കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ റോസ് ഷോളാണ് ഗൈസ് എൻ്റെ ഉമ്മ. ഇതിന് ശേഷം പിന്നെ നമ്മൾ കുട്ടികളുടെ കസാരക്കളിയാണ് ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ഓൾറെഡി ടൈം നല്ല ലേറ്റായി. അപ്പം ഉമ്മാരൊക്കെ വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങളെ ബാക്കി പരിപാടിയൊക്കെ നമ്മളെ റൂമിൽ വെച്ചിട്ടായിരുന്നു. അതൊക്കെ അതിന് ശേഷം ഞങ്ങൾ നേരെ ഉറങ്ങി ഗൈസ്.